ആരിക്കാടി ടോൾ പ്ലാസയിൽ വീണ്ടും ടോൾ പിരിവ് ആരംഭിച്ചതിൽ പ്രതിഷേധം ശക്തം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫാസ്ടാഗ് ഉപയോഗിച്ച് മാത്രമാണ് പിരിവ് നടത്തിയിരുന്നത്. ഇതിനിടയിൽ ടോൾ പിരിവ് ചോദ്യം ചെയ്ത യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ സമരസമിതി തീരുമാനം. പ്രതിഷേധം ശക്തമായതോടെ ടോൾ പ്ലാസയിൽ നിന്ന് ജീവനക്കാരൻ താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട്. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ദേശീയപാതയിലെ കുമ്പള ടോൾ പ്ലാസയിൽ വീണ്ടും സ്പോട്ട് ടോൾ പിരിവ് ആരംഭിച്ചതിൽ പ്രതിഷേധം ശക്തം. ഇതോടെ ഫാസ്റ്റ് ടാഗ് ഉപയോഗിച്ച് ടോൾ പിരിക്കുന്നുണ്ടെങ്കിലും ജീവനക്കാരെ താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാത്രിയുണ്ടായ അനിഷ്ട സംഭവങ്ങളും രാത്രി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ബൂത്തിലെത്തി നൽകിയ താക്കീതും കണക്കിലെടുത്താണ് തീരുമാനം. ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ബുധനാഴ്ച മാറ്റിവച്ചിരുന്നു. ദേശീയപാതയുടെ അഭിഭാഷകൻ ഹാജരാകാത്തതിനെ തുടർന്നായിരുന്നു ഹർജി മാറ്റിയത്. ഇതിനു പിന്നാലെയാണ് ബുധനാഴ്ച വൈകുന്നേരത്തോടെ ടോൾ പിരിവ് ആരംഭിച്ചത്. ഇത് വലിയ പ്രതിഷേധത്തിനും നാടകീയ സംഭവങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ടോൾ നൽകാൻ വിസമ്മതിച്ച കാർ യാത്രികനായ യുവാവിനെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കാറിലുണ്ടായിരുന്നു. കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുകയും ചെയ്തു. പോലീസ് ഇടപെട്ടാണ് സംഘർഷാവസ്ഥ ഒഴിവാക്കിയത്. രാത്രി 9 മണിയോടെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ CA സുബൈർ, AK ആരിഫ്, അഷ്റഫ് കാർലെ, ലക്ഷ്മണ പ്രഭു, താജുദ്ദീൻ മൊഗ്രാൽ എന്നിവർ ടോൾ പ്ലാസയിലെത്തി പ്രതിഷേധം അറിയിച്ചു. ഹർജി ഹൈക്കോടതി തീർപ്പാക്കുന്നതുവരെ ടോൾ പിരിവ് നടത്തിയാൽ തടയുമെന്നായിരുന്നു താക്കീത്. ടോൾ ബൂത്ത് ജീവനക്കാരുമായി വാക്കേറ്റവുമുണ്ടായി. ഇതൊക്കെ കണക്കിലെടുത്താണ് ടോൾ ബൂത്തിൽ നിന്നും ജീവനക്കാരെ പിൻവലിച്ചത്. ന്യൂസ് ബ്യൂറോ, കുമ്പള.